ഒരാൾ ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഈ ലീഗൽ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. പണി നടക്കുന്ന ഒരു ഫ്ലാറ്റ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ആ പ്രോജക്റ്റിന് ഒരു പെർമിറ്റ് ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റി, അത് പഞ്ചായത്താവാം, മുനിസിപ്പാലിറ്റി ആവും, കോർപ്പറേഷൻ ആവാം, ഇതിൽ നിന്ന് നിർമ്മാണത്തിന് വേണ്ടി ഒരു അനുമതി നൽകിയ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതോടൊപ്പം നിങ്ങൾ അതിന്റെ ടൈറ്റിൽ, പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ക്ലിയർ ആണോ എന്നൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ സോണിംഗ് റെഗുലേഷൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും, ഏത് സോണിലാണ് ഈ സ്ഥലം കിടക്കുന്നത് എന്നുള്ളത്. ഇത് കൂടാതെ തന്നെ ഫയർ NOC, PCB NOC, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇനീഷ്യൽ NOCs ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് കൂടാതെ ററ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നും പരിശോധിക്കണം. ഇത്രയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് ഏകദേശം ഉറപ്പിക്കാം. ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും ബാങ്കുകൾ ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ബാങ്ക് മിനിമം 2 ലീഗലെങ്കിലും എടുത്തിട്ടായിരിക്കാം ഈ പ്രോജക്റ്റ് അവരുടെ ലിസ്റ്റിൽ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നിർമ്മാണം നടക്കുന്ന ഒരു പ്രോജക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിർമ്മാണം കഴിഞ്ഞ ഒരു ഫ്ലാറ്റ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ ഇവിടുന്ന് അതിനൊരു ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ്, പണി പൂർത്തീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ തന്നെ ഫൈനൽ ഫയർ NOC, ഫൈനൽ PCBയുടെ NOC കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് അത് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. ഇനി ഇതല്ല, ഒരു ലാൻഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ ലാൻഡ് വാങ്ങിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു ടൈറ്റിൽ ഡീഡ്സ്, മുന്നാധാരം, അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ ക്ലിയർ ആണോ എന്ന് കൃത്യമായിട്ട് ഒരു ലീഗൽ റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ ടാക്സ് റെസീറ്റ് എടുക്കണം, പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം, തണ്ടപ്പേർ രജിസ്റ്റർ കൃത്യമായിട്ട് നോക്കണം. കാരണം ഇത് പുരയിടമാണോ, നിലമാണോ, നിലം നികത്ത് പുരയിടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൃത്യമായിട്ട് തണ്ടപ്പേർ രജിസ്റ്റർ പരിശോധിക്കണം. അതുകൂടാതെ തന്നെ അവിടെ ഏതെങ്കിലും മാസ്റ്റർ പ്ലാൻ വരുന്നുണ്ടോ, ഏത് സോണിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്, ഇതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾ അവിടെ വീടാണോ വെക്കുന്നത്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണോ വെക്കുന്നത്, അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഫ്ലാറ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വീട് പണിയാനോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാനോ ഒക്കെ ഒരു സ്ഥലം വാങ്ങുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ ഇത് ഫ്ലാറ്റോ വീടോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ തീർച്ചയായും അവരുമായിട്ട് ഷെയർ ചെയ്യുക.